ആദ്യഘട്ടത്തിൽ കേരളം പിന്മാറിയതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ ദേശീയ സ്കൂൾ കായികമേള സ്കൂൾ ഗെയിംസിന് സംസ്ഥാന സർക്കാർ വീണ്ടും പച്ചക്കൊടി കാട്ടിയതോടെ മികച്ച നേട്ടം കൊയ്യാനുള്ള കഠിന പരിശീലനത്തിലാണ് പാലക്കാട് പറളി സ്കൂളിലെ കായിക താരങ്ങൾ. കഴിഞ്ഞ 6 വർഷമായി കേരളത്തിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊടുക്കുന്ന പറളി സ്കൂളിൽ നിന്നും ഇത്തവണ 12 പേരാണ് ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുക. നടത്ത മത്സരത്തിൽ തുടർച്ചയായി 5 സ്വർണം നേടി ദേശീയ സ്കൂൾ ഗെയിംസിൽ റെക്കോർഡിട്ട KT നീനി ഉൾപ്പെടെ 12 പേരാണ് പറളി സ്കൂളിൽ നിന്നും കേരളത്തിനായി മെഡൽ വേട്ടയ്ക്കിറങ്ങുന്നത്. കഴിഞ്ഞ 6 വർഷവും സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊടുത്ത പറളി സ്കൂൾ ഇത്തവണ നടത്തം, ദീർഘദൂര ഓട്ടം, ട്രിപ്പിൾ ജംപ്, ലോങ് ജംപ് തുടങ്ങിയ ഇനങ്ങളിലെല്ലാം സ്വർണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനായി കോച്ച് മനോജിന്റെ കീഴിൽ കഠിന പരിശീലനത്തിലാണ് കായിക താരങ്ങൾ. ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ ദേശീയ സ്കൂൾ മീറ്റിനേക്കാളും മികച്ച സ്വർണ്ണ വേട്ട നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെപ്പോലെയുള്ള നിരവധി വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ കായിക കേരളത്തിലുള്ള പ്രമുഖ വിദ്യാലയങ്ങൾ എല്ലാവരും തന്നെ ഒന്നും രണ്ടും കായിക താരങ്ങൾ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. അവർ മുതൽ 12 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന പറളി സ്കൂൾ വരെയുള്ള ടീം സജ്ജരായി കഴിഞ്ഞു. വേൾഡ് യൂത്ത് മീറ്റിലും യൂത്ത് ഒളിമ്പിക്സിലും പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായ KT നീനയ്ക്കിത് ദേശീയ സ്കൂൾ ഗെയിംസിൽ നിന്നുള്ള വിടവാങ്ങൽ മത്സരം കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ലാസ്റ്റ് സ്കൂൾ മീറ്റാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളപ്പോൾ വളരെ സങ്കടമായിരുന്നു. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. 2009 മുതലുള്ള ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ചാമ്പ്യന്മാർ പറളി സ്കൂളിൽ നിന്നായിരുന്നു. ഇത്തവണയും നേട്ടം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പറളി സ്കൂൾ. റിപ്പോർട്ടർ, പാലക്കാട്.